നമ്മൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സർക്കിൾസ് ആൻഡ് ആംഗിൾ എന്ന അധ്യായമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതുവരെയുള്ള എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് പേജ് നമ്പർ 55 ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ഷോൺ ബിലോ ആൻഡ് ഓൾസോ ദ ആംഗിൾസ് ബിറ്റ്വീൻ ഇറ്റ്സ് ഡയഗണൽ. ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ കോണുകളും വികർണങ്ങൾക്കും ഇടയിലുള്ള കോണുകളും കണക്കാക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിത്രത്തിന് എന്ത് കൊടുക്കാം, ഒരു പേര് കൊടുക്കാം. എ ബി സി ഡി. സെൻറ്റർ പോയിന്റിന് പേര് കൊടുക്കുന്നുണ്ട്, പിന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ചിത്രത്തിലെ എല്ലാ കോണുകളും എന്ത് ചെയ്യണം, ചതുർഭുജത്തിലെ എല്ലാ കോണുകളും വികർണങ്ങൾക്കിടയിലുള്ള, ഇതാണ് വികർണം എ സി ഡി ബി, ആ കോണുകൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഞാൻ ഇതിൽ നമുക്ക് ഡി ബി സി എന്ന ത്രികോണത്തിൽ ഇതാ 1 2 3 കോണുകൾ അറിയാം. അപ്പോൾ ഈ കോണുകൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ആദ്യം മറ്റുള്ള കോണുകൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കേണ്ടത്. ആദ്യം ഞാൻ ബി സി എന്ന കോഡ് എടുത്ത് ബി സി എന്ന കോഡ് ഉണ്ടാക്കുന്ന ഒരു കോണാണ് ഏത്, ബി സി. 2 വേല കൈ വെച്ചിട്ട് കൊണ്ടുപോവുക. ഏത്, ഒന്ന് ഡി. ഡി എന്ന് പറഞ്ഞ ആംഗിൾ എത്രയെന്ന് അറിയാം, 50. അതേപോലെ ബി സി എന്ന ആർക്ക് ഉണ്ടാക്കുന്ന വേറെ കോണുണ്ടോ നോക്കുക. ബി സി എന്ന ആർക്ക് വെക്കുക, ആ ലൈനിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ആംഗിൾ എയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താ പറയണത്, ഓരോ ആർക്കിൽ ഉണ്ടാക്കണ ഒരു ആർക്കിന്റെ മറു ചാപത്തിൽ ഉണ്ടാക്കണ കോണുകൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതിന്റെ മറുചാപമാണിത്, ഇതിന്റെ മറുചാപമാണിത്. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 50 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ കിട്ടി 50 ഡിഗ്രി. ഇനി നമുക്ക് ഡി സി എന്ന കോഡ് പോകുന്ന ഏതൊക്കെ കോണുകൾ അത് നോക്കി നോക്കാം. ആദ്യം ഡി സി വെച്ച്, ഡി സി പോകുന്ന ഒരു കോണാണേത്, 45 ഡിഗ്രി. അതേപോലെ ഡി സി പോകുന്ന വേറെ കോണ് നോക്കണം. ഇതാ ഇവിടെ വെക്കുക, ഇതാ ഇങ്ങനെ എയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയും പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഏതാ കിട്ടി, ഇത് 50 ആണ്, 45 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും, 45 ആയിരിക്കും ഡിഗ്രി. എന്താ പറഞ്ഞത്, ഡി സി എന്ന കോഡിൽ നിന്ന് പോകുന്ന 2 കോണുകൾ സെലക്ട് ചെയ്യുക. ഒന്ന് ബി എന്ന കോണും ഒന്ന് എ എന്ന കോണും. അപ്പോൾ ആ 2 കോണുകൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കോണും കിട്ടി. ഇനി നമുക്ക് അടുത്തത് എന്താ കണ്ടുപിടിക്കുക, ഇവിടെ 45 കിട്ടി, ഇവിടെ 30 കിട്ടി, ഇവിടെ 50 കിട്ടി. ഇനി ഈ കോണ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അറിയണം. നോക്കി നോക്കൂ, ഈ കോൺ എന്ന് പറഞ്ഞാൽ ദാ എ ഡി എന്ന കോഡിൽ നിന്ന് പോകുന്ന ഒരു കോണാണ് ഏത്, ആംഗിൾ 30 അല്ലേ. അപ്പോൾ ഈ ആംഗിൾ 30 ഒരു കോൺ കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ എ ഡിയിൽ നിന്ന് പോകുന്ന വേറെ ആംഗിൾ നോക്കുക, ദാ ഇവിടെ ഒന്ന് സിയിലേക്കും ഒന്ന് ബിയിലേക്കും. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും, 30 ഡിഗ്രി. ഇനി നമുക്ക് വികർണങ്ങൾക്കിടയിലുള്ള കോണുകൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക, ഇതൊരു ത്രികോണമാണ് അല്ലേ. ഈ ത്രികോണത്തിന്റെ സം എത്രയാണ്, 180 ഡിഗ്രി. അപ്പോൾ ട്രയാങ്കിൾ എ ബി പി അല്ലെങ്കിൽ എ പി ബി, ട്രയാങ്കിൾ എ ബി പിയില് നമുക്കിനി ഈ ആംഗിൾ കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക, ആംഗിൾ എ പി ബി, ആംഗിൾ എ പി ബി ഈക്വൽ ടു രണ്ടും തമ്മിൽ സം ചെയ്തിട്ട് 180 എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അപ്പോൾ 180 മൈനസ് 50 പ്ലസ് 30, 50 പ്ലസ് 30 80, 180 മൈനസ് 80 സമം 100 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടും, എത്രയാണ്, 100 ഡിഗ്രി. ഇനി ഈ ബാക്കിയുള്ള ആംഗിളുകളും കണ്ടുപിടിക്കണം. ഇത് 100 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇത് 100 ആണെങ്കിൽ ഇത് എത്രയാണ്, 100 ഡിഗ്രി. അപ്പോൾ അത് കിട്ടി.
ഇനി നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ട്രയാങ്കിൾ ബി പി സി, അതിലെ ആംഗിൾ പി കാണണം. ആംഗിൾ ബി പി സി ഈക്വൽ ടു, നോക്കൂ, ഇതൊരു ലൈനിൽ കിടക്കണ ആംഗിളാ. ഇതെന്താ ലീനിയർ പെയറാ. ഈ ആംഗിളും ഇതാ ഒരു ലൈനിൽ മുകളിൽ ലൈന് ലീനിയർ പെയർ. ഇവിടെ 100 അപ്പോൾ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ലീനിയർ പെയറിന് സം എത്രയായിരിക്കും? 180 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 ഡിഗ്രിന്ന് 100 ഡിഗ്രി കുറയ്ക്കുക. 180 100 പോയി കഴിഞ്ഞാൽ ബാക്കി 80 ഡിഗ്രി. കാരണം ലീനിയർ പെയർ, രേഖീയ ജോഡി. അപ്പോൾ ഈ ആംഗിൾ കിട്ടി 80. ഈ ആംഗിൾ 80 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 80 ആയിരിക്കും. അവിടെ എഴുതി തരാം. ട്രയാങ്കിൾ എ പി ഡി, ആംഗിൾ എ പി ഡി ഈക്വൽ ടു 80 ഡിഗ്രി. അതെന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾ. ഇനി നമുക്കിതാ ഈ ആംഗിൾ കിട്ടി. ഇത് പിയുടെ, അതായത് വികരണങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന എല്ലാ ആംഗിൾസും കിട്ടി. നമുക്ക് ആകെ കിട്ടാനുള്ളത് ഈ ആംഗിൾ മാത്രമാണ്. ഈ ആംഗിളാണ് കിട്ടാനുള്ളത്. ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ 45, ഇവിടെ 80. ഇത് കണ്ടുപിടിക്കാൻ രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് 180 എന്ത് ചെയ്താൽ മതി? സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ സിയിൽ ട്രയാങ്കിൾ ബി പി സി, ആംഗിൾ ബി സി പി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി പ്ലസ് 80 ഡിഗ്രി. 80ഉം 45 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 125. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 125 ഡിഗ്രി, ബാക്കി എത്ര കിട്ടും? 55 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇത് 55 ഡിഗ്രിയാണ്. ഇനി ബാക്കി ഒരു കോണല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് 55 ആണെങ്കിൽ ഇതും 55 ഡിഗ്രി അല്ലേ? അത് നോക്കിയാൽ മതി. ഈ ട്രയാങ്കിളിൻ്റെ ഇത് 45, ഇവിടെ 80, ഇവിടെ 45, 80. അപ്പോൾ ബാക്കി ഇവിടുത്തെ ആംഗിൾ തന്നെ ഇവിടെ വരിക. ഇവിടെ 50, 30, ഇവിടെ 50, 30. അപ്പോൾ ഇവിടെ രണ്ട് ആംഗിൾ എന്തായി? സെയിം ആയി. അപ്പോൾ ഈ ചിത്രത്തിലെ എല്ലാ കോണുകളും നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ the outer angle at any vertex is equal to the inner angle at the opposite vertex. ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏത് മൂലയിലെയും പുറംകോൺ എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കുക. ചിത്രം ഫിഗർ എന്ത് കണ്ടില്ല, ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, നമ്മൾ വരയ്ക്കുന്ന വേണം. നമുക്കറിയാം ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ 4 മൂലകൾ എന്ത് ചെയ്യണം? സർക്കിൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരുന്നതാണ് ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചക്രീയ ചതുർഭുജം വരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ. അതായത് ചക്രീയ ചതുർഭുജത്തിലെ ഏതെങ്കിലും ഒരു പുറംകോണും ഒരു മൂലയിലെ പുറംകോണും എതിർമൂല ഇതാണ് എൻ്റെ അകക്കോണ്, ഇതിൻ്റെ എതിർമൂല ഇത്. അപ്പോൾ ഈ അകക്കോണും ഈ പുറംകോണും ഏതെങ്കിലും ഒരു മൂലയിലെ അകക്കോണിൻ്റെ ഓപ്പോസിറ്റുള്ളതും പുറംകോണും എന്താണെന്ന് ഈക്വൽ ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ പേര് കൊടുത്തു PQRS. ഔട്ട്ലൈനിൽ വരയ്ക്കാൻ ഒരു സൈഡ് എന്ത് ചെയ്തു? നീട്ടി വരച്ചു. ആ ലൈൻ്റെ അവിടെ Tന്ന് പേര് കൊടുത്തു. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പ്രൂവ് ദാറ്റ് ഇൻ എനി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഈ തന്ന ഫിഗർ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പോൾ PQRS ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. PQRS ഒരു ചക്രീയ ചതുർഭുജമാണ്. നമുക്ക് എന്തറിയില്ല? ആംഗിൾ അറിയില്ല. അപ്പം നമ്മൾ ആംഗിൾ എസ് എത്രയെന്ന് എടുക്കുകയാണ്? X ഡിഗ്രി ആയിട്ട് എടുക്കുക. ലെറ്റ് ആംഗിൾ എസ് ഈക്വൽ ടു X ഡിഗ്രി. നമുക്കറിയാം ഒരു ചക്രീയ ചതുർഭുജത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? സപ്ലിമെൻ്ററി ആണ്. അതായത് ഈ ആംഗിളും
ഈ ആംഗിളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടേണ്ടത്? 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ പി ക്യു ആർ, ആംഗിൾ പി ക്യു ആർ ഈക്വൽ ടു 180 മൈനസ് എക്സ് ഡിഗ്രി. കാരണം എന്താണ് 180 മൈനസ് എക്സ് ഡിഗ്രി? കാരണം ഒരു ചക്ര ത്രിഭുജത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? സപ്ലിമെൻ്ററി ആണ്. ഇന്നെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി, അതായത് 180 ഡിഗ്രി കിട്ടണം. സപ്ലിമെൻ്ററി. ഇനി എതിർക്കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. കോണുകളുടെ തുക 180 ഡിഗ്രി. ഇനി ഈ ആംഗിളും കിട്ടി, ഈ ആംഗിളും കിട്ടി. ഇനി നമുക്ക് എന്താ എഴുതാൻ പറ്റും? ഇതാ ഈ രണ്ട് ആംഗിളിൻ്റെ പ്രത്യേകത എന്താ? ഒരു ലൈനിൻ്റെ മുകളിൽ ലൈന് വന്ന് അപ്പുറത്തും ഇപ്പുറത്തും എന്താണ് ഒരു ആംഗിൾ ഫോം ചെയ്യാണ്. അപ്പോൾ എന്താണ്? ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ്. നമുക്ക് എഴുതാം ആംഗിൾ പി ക്യു ആർ, ആംഗിൾ പി ക്യു ആർ പ്ലസ് ആർ ക്യു ടി, ആംഗിൾ ആർ ക്യു ടി ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം ലീനിയർ പെയർ, രേഖീയ ജോഡി, രേഖീയ ജോഡി എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് ഏത് ആംഗിൾ അറിയാം? ഈ ആംഗിൾ അറിയാം. ഏതാണ്? പി ക്യു ആർ അറിയാം, ആർ ക്യു ടി അറിയില്ല. അപ്പോൾ നമ്മൾക്ക് ഇതിന് സാധനത്തിന് ഇവിടെ 180 മൈനസ് എക്സ് ഡിഗ്രി പ്ലസ് ആംഗിൾ ആർ ക്യു ടി ഈക്വൽ ടു 180 ഡിഗ്രി. നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനവിടെ നിർത്തിയിട്ട് ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ആംഗിൾ ആർ ക്യു ടി ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി 180 ഡിഗ്രി ഉണ്ട്, പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് 180 മൈനസ് എക്സ് ഡിഗ്രി. ഇത് പ്ലസ് ആണ്, ഈ പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയി. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഇവിടെ ഒരു 180 ഉണ്ട്, ഇവിടെ ഒരു 180 ഉണ്ട്. ഇനി ബ്രാക്കറ്റ് ഇടുക. 180 ഡിഗ്രി മൈനസ് ഇൻറ്റു 180 ഡിഗ്രി മൈനസ് 180 മൈനസ് മൈനസ് പ്ലസ് എക്സ്, മൈനസ് മൈനസ് പ്ലസ് എക്സ് ഡിഗ്രി. ഇനി 180 ക്യാൻസൽ ആയിപ്പോയി, ബാക്കി എക്സ് ഡിഗ്രി. ദാ ആർ ക്യു ടി എക്സ് ഡിഗ്രി കിട്ടി. നമ്മൾ തെളിയിക്കാൻ പറഞ്ഞതാണ് ഒരു ഔട്ടർ ആംഗിളും ഒരു ഇന്നർ ആംഗിളും അകക്കോണും പുറക്കോണും തമ്മിൽ എന്താണ് സമ്മ് ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ വേണ്ടത്. രണ്ടും ഒരേത് കിട്ടി. ഇവിടെ എക്സ് ഡിഗ്രി കിട്ടി, ഇവിടെ എക്സ് ഡിഗ്രി കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാം ഇന്നെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ outer angle at any vertex is equal to the inner angle at the opposite vertex. ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏത് മൂലയിലെയും പുറംകോൺ എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണ്. ഇതുവരെ പറഞ്ഞത് 2 ചോദ്യങ്ങളാണ്. ഇതിൽ നമ്മൾ പ്രൂവ് ചെയ്തത് എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ എടുത്തു കഴിഞ്ഞാൽ ഒരു പുറംകോണും എതിർമൂലയിലെ അകക്കോണും എന്താണ് തുല്യമാണെന്നാണ് തെളിയിച്ചത്. ഇപ്പം നമ്മൾ 2 ചോദ്യങ്ങൾ ചെയ്തു. ഇനി ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളായി ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ എന്ത് ചെയ്യണം? സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.